ഒരടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും ബിന്നവാഫിൽ, നഫ്ലുകളായ ഐച്ഛികമായ കാര്യങ്ങളെ കൊണ്ട്, സുന്നത്തായ നമസ്കാരങ്ങൾ, സ്വതക്കകൾ, നോമ്പുകൾ, അതുപോലെ തന്നെ ഉംറ, ഒരു വട്ടം നിർവഹിച്ചു കഴിഞ്ഞാൽ ഹജ്ജ്, അതുപോലെയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതുകൊണ്ടെല്ലാം ഒരടിമ അടുത്തുകൊണ്ടേയിരിക്കും. ഹത്താ ഉഹിബ്ബഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല, അതായത് അല്ലാഹു തആല പറയാണ് ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത് വരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട നമ്മൾ ആലോചിച്ച് നോക്കി, ആരുടെ ഇഷ്ടമാണ് നമുക്ക് ലഭിക്കുന്നത്? രണ്ട് കാര്യങ്ങൾ, നിർബന്ധമാക്കിയ കർമ്മങ്ങൾ, സുന്നത്താക്കിയ കാര്യങ്ങൾ. നാം പിന്നെ ഇജ്തിഹാദ് ചെയ്യണം, മുജാഹദത്തുൻ നഫ്സ്. നമ്മുടെ നഫ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കാര്യങ്ങളിലേക്കും സുന്നത്തായ കർമ്മങ്ങളിലേക്കും നമ്മുടെ നഫ്സിനെ പരിശീലിപ്പിച്ചുകൊണ്ടേയിരിക്കണം. എത്രത്തോളം നാം അതിൽ മുന്നേറുന്നുവോ അത്രത്തോളം നാം അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. റഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. സത്യവിശ്വാസികളെ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുള്ളയുടെ ഉസൂലുൽ ഈമാൻ എന്ന ഗ്രന്ഥമാണ് നാം നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ ഒന്നാമത്തെ ബാബായ മഅരിഫത്തുല്ലാഹ് വൽ ഈമാനു ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയലും അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഈമാനും എന്ന ബാബിലെ 23ഓളം ഹദീസുകളാണ് നാം വായിച്ചത്. ഇനി അടുത്ത ഹദീസ് 24ാമത്തെ ഹദീസ്. وعن جرير بن عبد الله البجلي رضي الله عنه قال جرير بن عبد الله البجلي رضي الله عنه ذكر حديثا قال كنا جلوسا عند النبي صلى الله عليه وسلم, ഞങ്ങൾ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരിക്കുന്നവരായിരുന്നു. ഇദ് നദറ ഇലൽ ഖമരി ലൈലത്തുൽ ബദർ, അങ്ങനെ ലൈലത്തുൽ ബദറിൽ, അതായത് പൂർണ്ണ നിലാവുള്ള പ്രകാശമുള്ള രാത്രിയിൽ ഖമറിലേക്ക്, ചന്ദ്രനിലേക്ക് നോക്കുന്ന സമയത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നകും സതറൗന റബ്ബകും കമാ തറൗന ഹാദൽ ഖമർ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണും, തീർച്ചയായും കാണും, ഈ ഖമറിനെ, ഈ ചന്ദ്രനെ നിങ്ങൾ കാണുന്നത് പോലെ. ലാ തുളാമൂന ഫീ റുഅയതിഹി, അല്ലാഹുവിനെ കാണുന്നതിൽ നിങ്ങൾക്ക് യാതൊരു തടസ്സവും ബാധിക്കുകയില്ല, യാതൊരു ബുദ്ധിമുട്ടും കാണുന്നതിൽ ബാധിക്കുകയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫൈൻ ഇസ്തതഅതും അല്ലാ തഗ്ലബു അലാ സ്വലാത്തിൻ ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ ഫഫ്അലൂ, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തുലൂഇ ശംസിന് മുൻപും അതുപോലെ ഗുറൂബിന് മുമ്പും, സൂര്യൻ അസ്തമിക്കുന്നതിനെയും അഥവാ ഉദിക്കുന്നതിനെയും അസ്തമിക്കുന്നതിനും മുൻപുള്ള നമസ്കാരങ്ങൾ, സുബ്ഹി നമസ്കാരം അതുപോലെ അസ്ർ നമസ്കാരം, മറ്റൊന്നും നിങ്ങളെ തെറ്റിക്കാത്ത അവസ്ഥ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, അഥവാ ആ നമസ്കാരം
ഒഴിവാക്കാത്ത കൃത്യസമയത്ത് നമസ്കരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഫഫ്അലു, നിങ്ങൾ അങ്ങനെ ചെയ്യുക. സുമ്മ ഖറഅ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു സൂറത്തു ത്വാഹയിലെ 130ാമത്തെ ആയത്ത്, വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ തസ്ബീഹ് ചെയ്യുക എന്നുള്ളത്. ഈ ഹദീസ് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, അബൂദാവൂദ്, തിർമിദി, ഇബ്നു മാജ പോലെയുള്ള ഒരുപാട് ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മുഅ്മിനീങ്ങൾ കാണും, റുഅയത്തുല്ലാഹ്, അല്ലാഹുവിനെ കാണുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നാം പറഞ്ഞു ഈ ബാബിൽ അല്ലാഹുവിനെ അറിയലും അല്ലാഹുവിലുള്ള ഈമാനുമാണ് ചർച്ച. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരലോകത്ത് നാം കാണും എന്നുള്ള വിശ്വാസം അത് ദീനിൽ സ്ഥിരപ്പെട്ടതാണ്. അഥവാ നമ്മൾ നമ്മുടെ റബ്ബിനെ കാണുമെന്നുള്ളത്. ഈ ഹദീസിൽ നമുക്ക് കാണാം, ആദ്യം തന്നെ സഹാബി പറയുന്നത്, ഞങ്ങൾ ഇരിക്കുകയായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇതിനെ ഇലൽ ഖമരി ലൈലത്തുൽ ബദർ, അതായത് ഒരു മാസത്തിന്റെ പകുതിയാകുമ്പോൾ 14ലോ 15ലോ ആണ് ചന്ദ്രൻ പൂർണ്ണമായ രൂപത്തിൽ ഉണ്ടാവുക. ആ രാത്രിയിൽ, കാരണം നല്ല നമുക്ക് കൃത്യമായി കാണാൻ പറ്റുന്ന അവസ്ഥയാണ്, ആ സമയത്ത് ഖമറിനെ ആ രീതിയിൽ കാണുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നകും സതറൗന റബ്ബകും കമാ തറൗന ഹാദൽ ഖമർ, നിങ്ങൾ ഈ ചന്ദ്രനെ എത്ര വ്യക്തമായിട്ടാണോ കാണുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ കാണാം. ഭൂമിയിലുള്ള ഒരുപാട് ഏത് മേഖലയിലുള്ള ആളുകൾക്കും, അതായത് അതിനെ കാണുമ്പോൾ എത്ര വലിയ ആളുകൾക്കും എത്ര കൂടുതലുള്ള ആളുകൾക്കും ഒരുപോലെ കാണാം. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്കൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസം നൽകുന്ന അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് നമ്മുടെ റബ്ബിനെ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളത്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, സ്വർഗാവകാശികളായിട്ടുള്ള ആളുകൾ വിചാരണ കഴിഞ്ഞു, നരകത്തിലുള്ളവർ നരകത്തിലേക്ക് പ്രവേശിച്ചു, സ്വർഗാവകാശികളായിട്ടുള്ളവർ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഖാല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, തുരീദൂന ശൈഅൻ അസീദകും, നിങ്ങൾക്ക് എന്തെങ്കിലും അധികമായി ആഗ്രഹിക്കുന്നുണ്ടോ? സ്വർഗത്തിൽ കടന്നിട്ടുണ്ട്, സ്വർഗത്തിലെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ആസ്വാദനങ്ങളും എല്ലാം ലഭിക്കുന്നുണ്ട്. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമോ, എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? അപ്പൊ അവര് പറയും, അലം തുബയ്യിൽ വുജൂഹന, അല്ലാഹ് നീ ഞങ്ങളുടെ മുഖം പ്രകാശപൂരിതമാക്കി, പാപങ്ങളെല്ലാം പുറത്തു തന്നിട്ടും അതെല്ലാം മായ്ച്ചു കളഞ്ഞിട്ടും പ്രകാശപൂരിതമാക്കി. അലം തുദ്ഖിൽനൽ ജന്ന വതുനജ്ജിനാ മിനൻ നാർ, നീ ഞങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചില്ലേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ, സംരക്ഷിച്ചില്ലേ. അതായത് ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഇനി ഞങ്ങൾ എന്താണ് ചോദിക്കാൻ? ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടിരിക്കുകയാണ്, ഇനി ഞങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത്? അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയക്ഷിഫുൽ ഹിജാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഹിജാബ് മാറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നൂറ് കൊണ്ടുള്ള പ്രകാശം കൊണ്ടുള്ള ഹിജാബുകളുണ്ട്. ആ ഹിജാബ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വജിഹിലേക്ക് മുഅ്മിനീങ്ങൾ നോക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമാ ഉഅതു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നവരി ഇലാ റബ്ബിഹിം അസ്സ വജല്ല, അവർക്ക് അവരുടെ റബ്ബിന്റെ വജിഹിലേക്ക് നോക്കുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടമുള്ളതായിട്ടുള്ള ഒരു കാര്യവും അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ടാവുകയില്ല. അതായത് സ്വർഗത്തിലെ നിഅമത്തുകളിൽ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, സ്വർഗത്തിൽ നമുക്ക് ലഭിക്കുന്ന ഭക്ഷണങ്ങളെ കുറിച്ച്, ഭവനങ്ങളെ കുറിച്ച്, ഇണകളെ കുറിച്ച്, മറ്റു പലതിനെയും കുറിച്ച് നാം ആഗ്രഹിക്കും. നാം ഈ ദുനിയാവിൽ പിടിച്ചു വെക്കുന്ന പല ഇച്ഛകളെയും
നമുക്ക് പല പ്രേരണകൾ ഉണ്ടായിട്ടും അതെല്ലാം പിടിച്ചു വെക്കുന്നത് ഇതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ള ഉറപ്പിന്മേൽ തന്നെയാണ്. ഇതെല്ലാം ലഭിച്ച ആളുകളോടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എന്നിട്ട് അവർക്ക് നൽകുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹിലേക്കുള്ള നോട്ടമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹിലേക്കുള്ള നോട്ടമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണുക എന്നുള്ളത് മറ്റെന്തിനേക്കാളും, ഒരുത്തന് സ്വർഗത്തിൽ ലഭിക്കുന്ന മറ്റെന്തിനേക്കാളും അവൻ ആസ്വദിക്കുന്ന കാര്യമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പിച്ചു പറയാണ്, ഈ ഖമറിനെ നിങ്ങൾ കാണുന്നത് പോലെ, ഈ ചന്ദ്രനെ കാണുന്നത് പോലെ. ഇവിടെ ചന്ദ്രനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തശ്ബീഹ് ചെയ്തതല്ല, പക്ഷേ ആ കാണുന്ന രീതി, എങ്ങനെയാണ് ആ കാണൽ എന്നുള്ളതാണ് തശ്ബീഹ് ചെയ്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അലിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ അത്യുന്നത, അതുപോലെ മുകളിലായിരിക്കും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നോക്കുമ്പോൾ പിന്നെ എല്ലാവർക്കും ഏത് ഭാഗത്തുള്ള ആൾക്കും കാണാവുന്ന തരത്തിൽ അത്ര കൃത്യമായി കാണുന്നതായിരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുളാമൂന ഫീ റുഅയതിഹി, ചില റിവായത്തിൽ ലാ തുളാറൂന ഫീ റുഅയതിഹി, ആ നോട്ടത്തിൽ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുക എന്നതിൽ ഒരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ അത് കാണാതിരിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു തടസ്സമോ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. അത്ര കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാളെ പരലോകത്ത്. ഇവിടെ പരലോകം കൊണ്ടുള്ള ഉദ്ദേശം പ്രധാനമായിട്ടും സ്വർഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഉലമാക്കൾ ഈ വിഷയമായിട്ടുള്ള ചർച്ചയിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരലോകത്തിൽ കാണും, മുഅ്മിനീങ്ങൾ കാണുമെന്നുള്ള പല ഹദീസുകളും വന്നിട്ടുണ്ട്. പക്ഷേ ആ കാണലൊന്നും എന്തല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ലദ്ദത്തോടുകൂടി, ആസ്വാദനത്തോടുകൂടിയുള്ള നോട്ടമല്ല, വിചാരണ സമയത്തും മറ്റും ഭയപ്പാടോടുകൂടിയുള്ള രീതിയിലായിരിക്കും. പിന്നെ കുഫാറുകളും മുനാഫിക്കുകളും കാണുമോ ഇല്ലയോ എന്നുള്ള ചർച്ച വളരെ വിശാലമായ ഒരു ചർച്ചയാണ്. ചില പണ്ഡിതന്മാർ കാണും, പിന്നീട് മറയിടപ്പെടും, ചില പണ്ഡിതന്മാർ തീരെ കാണില്ല എന്നുള്ള രീതിയിലെല്ലാം ചർച്ചയുണ്ട്. നാം മുമ്പ് റുഅയത്തുല്ലാഹ് എന്നുള്ള വിഷയത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നാം എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണും മുഅ്മിനീങ്ങൾ. അത് ഏറ്റവും ആസ്വാദികരമായ കാര്യമായിരിക്കും, സ്വർഗത്തിലെ ഈദായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുന്ന ദിവസങ്ങൾ സ്വർഗത്തിലെ ആളുകളുടെ, അഹ്ലുൽ ജന്നയുടെ ഈദായിരിക്കും, ആഘോഷമുള്ള ദിവസമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ജമീലാണ്. ദുനിയാവിൽ മറ്റെല്ലാവിധ പിന്നെ സൗന്ദര്യവും നമുക്ക് ഭംഗിയായി തോന്നുന്ന മറ്റെല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സൗന്ദര്യത്തിന്റെ അസറായിട്ട് അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗമായിട്ട് കേവലം ദുനിയാവിലുള്ളതാണ്. ഈ സൗന്ദര്യത്തിന്റെ എല്ലാം പൂർണ്ണമായിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ സൗന്ദര്യത്തിന്റെ തന്നെ പൂർണ്ണമായിട്ടുള്ള അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കാണുള്ളത്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുമ്പോൾ മറ്റെല്ലാത്തിനേക്കാളും, കാരണം ഒരു കാര്യത്തിന് ആസ്വാദനം ഉണ്ടാവുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ നല്ലൊരു പാനീയം കുടിച്ചു, അതിനൊരു ആസ്വാദനം ഉണ്ടാവുക എന്നുള്ളത് ആര് തീരുമാനിക്കുന്നതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും നല്ലൊരു പിന്നെ ഒരു കാഴ്ച, കണ്ണിന് കുളിർമയേകുന്ന എന്തെങ്കിലും ഒരു കാഴ്ച കണ്ടു, അപ്പൊ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആസ്വാദനം അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്നതാണ്. അപ്പൊ ഏറ്റവും വലിയ ആസ്വാദനം, നമുക്കുണ്ടാവുന്ന ഏറ്റവും വലിയ ആസ്വാദനം നമ്മുടെ റബ്ബിനെ കാണുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമായിരുന്നു, റബ്ബിനെ കാണാനുള്ള ആഗ്രഹത്തെ ഉണ്ടാകാനും അതുപോലെ കാണാനുമുള്ള ആ തൗഫീഖിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമായിരുന്നു. നമുക്കറിയാം, ഒരു ദുആ നാം മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ബിഇൽമിക്കൽ ഗൈബ വഖുദ്റതിക അലൽ ഖൽഖ് എന്ന് തുടങ്ങുന്ന ദുആയിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു വാചകം, വഅസ്അലുക ലദ്ദതൻ നദരി ഇലാ വജ്ഹിക്. അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നിന്റെ വജ്ഹിലേക്ക് നോക്കുമ്പോഴുള്ള ആസ്വാദനത്തെ ഞാൻ ചോദിക്കുകയാണ്. വശൗഖ ഇലാ ലിഖാഇക്, നിന്നെ കാണാനുള്ള അതിയായ ആഗ്രഹത്തെ ഞാൻ ചോദിക്കുകയാണ്. ഫീ ഗൈരി ളറാഅ മുവിറത്തിൻ വലാ ഫിത്നത്തിൻ മുളില്ല, ആ ആഗ്രഹം എന്നുള്ളത് എന്തെങ്കിലും ദോഷം ബാധിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഴപ്പത്തിൽ അകപ്പെട്ടത് കൊണ്ടോ അല്ല.
അതായത് ഇതിനെ ഉടമാക്കൾ വിശദീകരിക്കാറുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണുക എന്നുള്ളത് എപ്പോഴേ നടക്കുള്ളൂ? മരണശേഷമേ നടക്കുള്ളൂ. ദുനിയാവിൽ ഒരാളും കാണില്ല. ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഒരാളും കാണില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഇസ്രാ മിഅ്റാജിന്റെ ആ സമയത്ത് കണ്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, ഞാൻ കണ്ടത് ഒരു പ്രകാശത്തെയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പ്രകാശത്തെയാണ് ഞാൻ കണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ കാണണമെന്ന് ആവശ്യപ്പെട്ട സമയത്ത് അതിന് സാധിച്ചിട്ടില്ല. ദുനിയാവിൽ ഒരാളും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണുകയില്ല. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണണമെങ്കിൽ മരണപ്പെടണം. അപ്പൊ ഈ ദുആയിൽ ഇത് പറഞ്ഞിട്ടുള്ളത് എന്തിനാണ്? എന്തെങ്കിലും ദോഷം ബാധിക്കുന്നുണ്ടോ, എന്തെങ്കിലും കുഴപ്പം ബാധിക്കുന്നുണ്ടോ അല്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഞാൻ ഇത് ആഗ്രഹിക്കുന്നത്, മരണപ്പെടാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടിട്ട് മരിച്ചു പോയാൽ മതി എന്നുള്ള നിലക്കല്ല, അള്ളാഹ് നിന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് എന്നാണ് ഈ ദുആ കൊണ്ടുള്ള ഉദ്ദേശം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണുമെന്ന് പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, فَإِنِ اسْتَطَعْتُمْ أَنْ لَا تُغْلَبُوا عَلَى صَلَاةٍ قَبْلَ طُلُوعِ الشَّمْسِ وَقَبْلَ غُرُوبِهَا, നിങ്ങളെ മറ്റൊരാളും കീഴ്പ്പെടുത്താത്ത അവസ്ഥ, അതല്ലെങ്കിൽ ഈ രണ്ട് നമസ്കാരങ്ങൾ, ഫജ്ർ നമസ്കാരവും അസ്ർ നമസ്കാരത്തിനും നിങ്ങളെ തെറ്റിക്കാത്ത, നിങ്ങളെ ആ നമസ്കാരം ഒഴിവാക്കുന്ന അവസ്ഥയിൽ നിങ്ങളെ തെറ്റിക്കാതിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, അഥവാ ഈ നമസ്കാരം കൃത്യമായി നിർവഹിക്കാൻ സാധിക്കുമെങ്കിൽ ഫഫ്അലൂ, നിങ്ങൾ നമസ്കരിക്കുക, നിങ്ങൾ കൃത്യമായി നമസ്കരിക്കുക. നമസ്കാരവും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടലും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. അത് രണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണെന്ന് ഉലമാക്കൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലും മറ്റു പല ആയത്തുകളുടെ അടിസ്ഥാനത്തിലും പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഒരു മനുഷ്യൻ നിൽക്കുന്ന അവസ്ഥയാണ്. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ എത്രയോ ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുത്തൻ നമസ്കാരത്തിന് നിന്നാൽ അവൻ നിൽക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് കണ്ണിന്റെ നടുവിലാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള മുനാജാത്താണ്. ആ നമസ്കാരം കൃത്യമായി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ, അല്ലെങ്കിൽ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏറ്റവും നല്ല രീതിയിൽ കാണാൻ ഉള്ള തൗഫീഖ് നൽകുന്നതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് നമസ്കാരം എന്നുള്ളത്. അതുകൊണ്ട് ഈ രണ്ട് നമസ്കാരങ്ങൾ നിങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞു. നമുക്കറിയാം മറ്റുള്ള നമസ്കാരങ്ങളെക്കാളെല്ലാം പ്രത്യേകം പല ഹദീസുകളിലും ശ്രേഷ്ഠത വന്നിട്ടുള്ള രണ്ട് നമസ്കാരങ്ങളാണ് ഫജ്ർ നമസ്കാരവും അസ്ർ നമസ്കാരവും. ഒരു ഹദീസിൽ നമുക്ക് കാണാം, നരകം സ്പർശിക്കുകയില്ല, ഈ രണ്ട് നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നവനെ നരകം സ്പർശിക്കുകയില്ല. പലപ്പോഴും ആളുകൾ നഷ്ടപ്പെടുത്തി പോകുന്ന ചില ആളുകൾ നമുക്ക് കാണാം, അവര് സ്ഥിരമായി സുബഹി നമസ്കാരം, അവര് സുബഹി നമസ്കാരത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ അവരെഴുന്നേൽക്കുമ്പോഴാണ്. അവരെപ്പോഴാണ് എഴുന്നേൽക്കുന്നത്, അതാണ് അവർക്ക് സുബഹിസ്കരിക്കാനുള്ള സമയം. അല്ലെങ്കിൽ അസ്ർ നമസ്കാരം അതുപോലെ അവരെപ്പോഴാണോ അവർക്ക് സൗകര്യം ആ സമയത്താണ്. അങ്ങനെയല്ല, കൃത്യമായ അതിന്റെ സമയത്ത് കൃത്യമായി പലതും നമുക്ക് തെറ്റിക്കാം. നമസ്കാരത്തിന് പിശാച് തെറ്റിക്കാം, നമ്മുടെ ദേഹേച്ഛകൾ തെറ്റിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മറ്റു പല കാര്യങ്ങൾ തെറ്റിക്കാം. ഇതൊന്നും തെറ്റിക്കാതെ കൃത്യമായ നമസ്കാരം കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ അതെന്തിന് സഹായകമാകും? നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ സഹായമാകുന്ന കാര്യമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു, വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ, നീ നിന്റെ റബ്ബിനെ തസ്ബീഹ് ചെയ്യുകയും തഹ്മീദ് ചെയ്യുകയും ചെയ്യുക, പുകഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുക. അതിന്റെ തഫ്സീറുകളിൽ ഉലമാക്കൾ പറഞ്ഞു കാണാം, സൊല്ലി, നീ നമസ്കരിക്കുക, ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ, ഫജ്ർ നമസ്കാരവും അസ്ർ നമസ്കാരവും നീ കൃത്യമായി നമസ്കരിക്കുക എന്ന് പറഞ്ഞതായിട്ട് നമുക്കിതിന്റെ തഫ്സീറുകൾ കാണാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള നമസ്കാരങ്ങളും കൃത്യമായി കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്ക് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ അല്ലെങ്കിൽ നേരിട്ട് കാണാൻ ഉള്ള സാധ്യത കൂടുതലാണ് എന്ന് പല ഉലമാക്കളും പല ഈ ഹദീസുകളെയും ഇതുപോലെയുള്ള പല ഹദീസുകളെയും അടിസ്ഥാനത്തിൽ പറഞ്ഞു കാണാൻ സാധിക്കും. അപ്പൊ ഈ ഹദീസിൽ നമുക്ക് ലഭിക്കുന്ന പാഠങ്ങൾ, ഒന്ന്, മുഅ്മിനീങ്ങൾ നാളെ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണും. അതാണ് ഏറ്റവും വലിയ ആസ്വാദനം സ്വർഗത്തിലെ. ആ കാഴ്ചയും
നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ഈ കാര്യങ്ങൾ ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ഹദീസ് 25-ാമത്തെ ഹദീസ്. وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അല്ലാഹ തബാറക വതആല ഖാല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായിട്ട് ഖുദ്സിയായിട്ടുള്ള ഹദീസാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഹദീസ്. മൻ ആദാ ലീ വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ആരാണോ എനിക്ക് വലിയായിട്ടുള്ള ഒരാളോട്, എന്റെ വലിയായിട്ടുള്ള ഒരാളോട് ശത്രുത വെച്ച് പുലർത്തുന്നത്, അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിൻ അദാഇ മഫ്തറതുഹു അലൈഹി. ഒരടിമ എന്നിലേക്ക് അടുക്കുന്നില്ല, അതായത് വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ, ഒരു കാര്യം കൊണ്ട് അടുക്കുന്നില്ല, അഹബ്ബ ഇലയ്യ മിൻ അദാഇ മഫ്തറതുഹു അലൈഹി, അള്ളാഹു ഞാൻ അവന്റെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ള, അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അവൻ എത്തുന്നില്ല, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മേൽ നിർബന്ധമാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ലാതെ. വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ മിൻ നവാഫിൽ ഹത്താ ഉഹിബ്ബഹു, അങ്ങനെ അവൻ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. ബിൻ നവാഫിൽ, നഫ്ലായിട്ടുള്ള സുന്നത്തായിട്ടുള്ള കർമ്മങ്ങൾ കൊണ്ട്. ഏതുവരെ? ഹത്താ ഉഹിബ്ബഹു, അവനെ ഞാൻ ഇഷ്ടപ്പെടുന്നത് വരെ. ഫൈദാ അഹ്ബബ്തുഹു, അങ്ങനെ ഞാൻ അവനെ ഇഷ്ടപ്പെട്ടാൽ, കുൻതു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും. വബസറുഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കാഴ്ച നോട്ടം അത് ഞാനാകും. വയദഹു അല്ലതീ യബ്തുശു ബിഹാ, അവൻ പിടിക്കുന്ന കൈകൾ അത് ഞാനാകും. വരിജ്ലഹു അല്ലതീ യംശീ ബിഹാ, അവൻ നടക്കുന്ന കാലുകൾ അത് ഞാനാവും. വലഇൻ സഅലനി ലഉതിയന്നഹു, അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് നൽകും. വലഇൻ ഇസ്തിആദനി ലഉഈദന്നഹു, അവൻ എന്നോട് രക്ഷ ചോദിച്ചാൽ ഞാൻ അവന് രക്ഷ നൽകും. വമാ തറദ്ദത്തു അൻ ശൈഇൻ അന ഫാഇലുഹു തറദ്ദുദി അൻ ഖബ്ലി നഫ്സി അബ്ദിൽ മുഅ്മിൻ യക്റഹുൽ മൗത്ത് വഅക്റഹു മസാഅതഹു വലാ ബുദ്ദ ലഹു മിൻ. ഞാൻ വെറുക്കുന്ന കാര്യങ്ങളിൽ, ഞാൻ പ്രവർത്തിക്കുന്നതിൽ ഞാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ കുറച്ച് വെറുക്കുന്ന കാര്യങ്ങളിൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുഅ്മിനായ അടിമയുടെ റൂഹ് പിടിക്കലാണ്. അവന് മരണം വെറുപ്പാണ്. അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും തൊഴിയായിട്ട് മരണത്തിനോടൊരു വെറുപ്പുണ്ടാകും. ഞാൻ അവനെ ബുദ്ധിമുട്ടിക്കുന്നത്, ഞാൻ അവനെ വിഷമിപ്പിക്കുന്നത് ഞാനും വെറുക്കുന്നു. പക്ഷെ അവന്റെ റൂഹിനെ എന്തായാലും പിടിക്കുന്നതാണ്. ഈ ഹദീസ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഹുബ്ബിനെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകളോടുള്ള ഹുബ്ബിനെ അറിയിക്കുന്ന, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വലിയിന്റെ സ്ഥാനത്തെ അറിയിക്കുന്ന, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിലായത്ത് നേടിയെടുക്കാൻ നമുക്കുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില ഗുണങ്ങളെ അറിയിക്കുന്നതാണ്. ഇതിൽ തുടക്കത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, മൻ ആദാ ലീ വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എന്റെ വലിയായിട്ടുള്ള ഒരാളോട്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വലിയായിട്ടുള്ള ഒരാളോട് ആരെങ്കിലും ശത്രുത വെച്ച് പുലർത്തിയാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ആരാണിത് പറയുന്നത്? നമ്മൾ ആലോചിക്കണം. ആരാണിത് പറയുന്നത്? റബ്ബുൽ ആലമീനായ ആകാശഭൂമികൾ തന്റെ കൈപ്പിടിയിൽ ചുരുട്ടിപ്പിടിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ ഒരു വലിയ, ആ വലിയനോട് ആരെങ്കിലും ശത്രുത വെച്ച് പുലർത്തിയാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ആരാണ് അള്ളാഹുവിന്റെ വലിയ എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയമോ ദുഃഖമോ ഉണ്ടാവുകയില്ല. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള ദുഃഖം അവർക്ക് ഉണ്ടാകില്ല. അതുപോലെ വരാൻ പോകുന്ന കാലത്തെക്കുറിച്ചുള്ള ഒരു പേടി അവർക്ക് ഉണ്ടാവുകയില്ല. അവരുടെ അവസ്ഥ അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ, അവർ യഥാർത്ഥ ഈമാനുള്ളവരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഹീദിൽ, അല്ലാഹു സുബ്ഹാനഹു വതആല ഏകത്വത്തിൽ യഥാർത്ഥ ഈമാൻ ഉൾക്കൊള്ളുന്നവരായിരിക്കും. വകാനൂ യത്തഖൂൻ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ
രഹസ്യത്തിലും പരസ്യത്തിലും കാത്തു സൂക്ഷിക്കുന്ന ആളുകളായിരിക്കും അവർ എന്നുള്ളത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹുബ്ബ് നേടിയെടുക്കുന്ന ആളുകളാണ് അല്ലാഹുവിന്റെ വലിയകൾ. അല്ലെങ്കിൽ ആ ഹുബ്ബ് നേടിയെടുക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് വഴി. അല്ലാതെ വെറുതെ ഒരാൾ ഞാൻ അല്ലാഹുവിന്റെ വലിയാണ്, ഞാൻ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എന്നെ ഇഷ്ടമാണ്, അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവർ അല്ലാഹുവിന് ഇഷ്ടമുള്ള ആളുകളാവില്ല. കാരണം അങ്ങനെ പറഞ്ഞ ആളുകളാണ് യഹൂദികൾ, ജൂതന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തരുന്നുണ്ട്, വഖാലത്തിൽ യഹൂദു വന്നസാറ നഹ്നു അബ്നാഉല്ലാഹ് വഅഹിബ്ബാഉഹു. ജൂതന്മാരും നസാറാക്കളും പറയുന്നുണ്ട്, ഞങ്ങൾ അല്ലാഹുവിന്റെ സന്താനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടപ്പെട്ട ആളുകളുമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു ചോദിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ പറയുന്നുണ്ട്, ഖുൽ, നബിയെ ചോദിക്ക്, ഫലിമ യുഅദ്ദിബുകും ബിദുനൂബികും, പിന്നെ എന്തിനാണ് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പാപത്തിന്റെ മേലെ ശിക്ഷിക്കുന്നത്? തൊട്ടടുത്ത ആയത്തിൽ അവരുടെ അവസ്ഥ പറയുന്നുണ്ട്, ബൽ അൻതും ബശറും മിമ്മൻ ഖലഖ യഗ്ഫിറു ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ. നിങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ചില സൃഷ്ടികൾ മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞു. ഇവിടെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വലിയ എന്ന് പറഞ്ഞാൽ ഈമാനും തഖ്വയുമുള്ള അഹ്ലുസുന്നത്തിന്റെ അഖീദ പ്രകാരം ആരാണോ യഥാർത്ഥ ഈമാൻ ഉള്ളത്, ആരാണോ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത്, അവരോരോരുത്തരും അള്ളാഹുവിന്റെ വലിയാണ്. അവരുടെ സ്ഥാനത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും അവർ അള്ളാഹുവിന്റെ ഔലിയാക്കൽപ്പെട്ട ആളുകളാണ്. ഇവിടെ നാം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അള്ളാഹുവിന്റെ വലിയായ ഒരാളോട് ശത്രുത വെച്ച് പുലർത്തിയാൽ മുഅ്മിനായ ഒരു അടിമയോട്, തൗഹീദുള്ള അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു അടിമയോട് ശത്രുത വെച്ച് പുലർത്തുന്ന അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ യുദ്ധം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സൈന്യങ്ങളുണ്ട്. അള്ളാഹുവിന്റെ സൈന്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ദുനിയാവിൽ ഒരുത്തിന് ദോഷമായി ബാധിക്കുന്നുവോ അതെല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽപ്പെട്ടതാണ്. അവന് ബാധിക്കുന്ന രോഗം, അവന്റെ ബാധിക്കുന്ന ദാരിദ്ര്യം, അല്ലെങ്കിൽ അവന് അടുത്ത ആളുകളുടെ മരണം, അല്ലെങ്കിൽ അവന് എന്തൊക്കെ ദോഷങ്ങൾ ബാധിക്കുന്നുണ്ടോ ഈ കാര്യങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അവനെതിരെയുള്ള, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എതിരായി നിൽക്കുന്ന സൈന്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അള്ളാഹു യുദ്ധം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അവന് ബാധിക്കുന്ന ദോഷങ്ങൾ അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അറിവോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനത്തോടുകൂടി നടക്കുന്നതാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആരാണ് അള്ളാഹുവിന്റെ വലിയ? അള്ളാഹുവിന്റെ വലിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? അള്ളാഹു തആല പറഞ്ഞു, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിൻ അദാഇ മഫ്തറതുഹു അലൈഹി. ഒരടിമ എന്നിലേക്ക് അടുക്കുന്നില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൊണ്ടല്ലാതെ. അതെന്താണ് ആ കാര്യങ്ങൾ? അവന്റെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരടിമയുടെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ, നമസ്കാരമാവട്ടെ, സക്കാത്ത് ആവട്ടെ, റമളാനിലെ നോമ്പാവട്ടെ, അല്ലെങ്കിൽ ഹജ്ജാവട്ടെ, അതുപോലെയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ ചെയ്യുക വഴി ഒരുത്തൻ എന്നിലേക്ക് അടുക്കുന്നു, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഒരടിമ അടുക്കുന്നു. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് ഹുബ്ബുണ്ട് എന്ന് നമ്മൾ വാദിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ യഥാർത്ഥ വിശ്വാസമുള്ള ആളുകളാണ്, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നവരാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ അവനൊരു കുറവും വരുത്തില്ല, അവനത് കൃത്യമായി ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് തൊട്ടടുത്ത വചനത്തിൽ ബാക്കിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫൈദാ അഹ്ബബ്തു വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബഹു. ഒരടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും ബിന്നവാഫിൽ, നഫ്ലുകളായ ഐച്ഛികമായ കാര്യങ്ങളെ കൊണ്ട്, സുന്നത്തായ നമസ്കാരങ്ങൾ, സ്വതക്കകൾ, നോമ്പുകൾ, അതുപോലെ തന്നെ ഉംറ, ഒരു വട്ടം നിർവഹിച്ചു കഴിഞ്ഞാൽ ഹജ്ജ്, അതുപോലെയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതുകൊണ്ടെല്ലാം ഒരടിമ അടുത്തുകൊണ്ടേയിരിക്കും. ഹത്താ ഉഹിബ്ബഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല, അതായത് അല്ലാഹു തആല പറയാണ്, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത് വരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട നമ്മൾ ആലോചിച്ച് നോക്കി, ആരുടെ ഇഷ്ടമാണ് നമുക്ക് ലഭിക്കുന്നത്? രണ്ട് കാര്യങ്ങൾ, നിർബന്ധമാക്കിയ കർമ്മങ്ങൾ, സുന്നത്താക്കിയ കാര്യങ്ങൾ. നാം പിന്നെ ഇജ്തിഹാദ് ചെയ്യണം, മുജാഹദത്തുൻ നഫ്സ്. നമ്മുടെ നഫ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കാര്യങ്ങളിലേക്കും സുന്നത്തായ കർമ്മങ്ങളിലേക്കും നമ്മുടെ നഫ്സിനെ പരിശീലിപ്പിച്ചുകൊണ്ടേയിരിക്കണം. എത്രത്തോളം നാം അതിൽ മുന്നേറുന്നുവോ അത്രത്തോളം നാം അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ഫഇദാ അഹ്ബബ്തുഹു കുൻതു, അങ്ങനെ ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാനാകും സമഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും. ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അവൻ ഹറാമായത് ഒന്നിലേക്കും അവന്റെ കാതു പോകാത്ത അവസ്ഥ അവനുണ്ടാകും. വബസറുഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ നോക്കുന്ന നോട്ടം, അവന്റെ കാഴ്ച, അത് ഞാനാകും. അതായത് ഹറാമായതിലേക്ക് അവൻ നോക്കുന്ന അവസ്ഥ അവനുണ്ടാകില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയിടും. പലപ്പോഴും ഹറാമുകളിൽ വീണുപോകുന്ന, എനിക്ക് എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തതെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവർ ചിന്തിച്ചാൽ മതി. അവരുടെ നിർബന്ധവും ഐച്ഛികവുമായിട്ടുള്ള കർമ്മങ്ങളിൽ എന്തെങ്കിലും രീതിയിൽ കുറവുണ്ടാവും. ഒന്നുകിൽ ബാഹ്യമായിട്ട് അല്ലെങ്കിൽ ആന്തരികമായിട്ട്. അതിൽ അവർ കൂടുതൽ വർധന വരുത്തും തോറും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുബ്ബ്, അള്ളാഹുവിലേക്ക് അടുക്കും തോറും അല്ലാഹു സുബ്ഹാനഹു വ തആല നേരായ മാർഗത്തിലേക്ക് വഴി കാണിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മറിയിടും ഈ തെറ്റുകളിൽ നിന്ന്. അവന്റെ കേൾവി തെറ്റ് കേൾക്കില്ല, അവന്റെ കണ്ണ് കാണില്ല. അതുപോലെ തന്നെ വയദഹുല്ലതി യുബ്തിഷു ബിഹാ യബ്തിഷു ബിഹാ വദിജഹുല്ലതി യംശി ബിഹാ, അവൻ പിടിക്കുന്ന കയ്യും അവൻ നടക്കുന്ന കാലും ഞാനാകുമെന്ന് പറഞ്ഞാൽ അവന് ഹറാമ് പിടിക്കുകയോ ഹറാമിലേക്ക് നടക്കുകയോ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഗുണമാണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുക്കുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ 3 ദർജയിലായിട്ടുണ്ടാകും. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് എല്ലാം പറയുന്നത് നമുക്ക് കാണാം. ثم أورثنا الكتاب الذين اصطفينا, ബനൂ ഇസ്രായേലുകളുടെ കാര്യം പറയുന്നത് അവർക്ക് പിന്നീട് കിതാബ് അനന്തരമായി കൊടുത്തു. അള്ളാഹു തെരഞ്ഞെടുത്ത ആളുകൾ മിൻ ഇബാദിന, നമ്മുടെ അടിമകളിൽ, ഫമിൻഹും, അവരുടെ കൂട്ടത്തിലുണ്ട് വാലിമുൻ ലിനഫ്സിഹി, സ്വന്തം നഫ്സിനോട് ദുൽമ ചെയ്യുന്ന ആളുകൾ. സൂറത്ത് ഫാത്തിറിലെ 32-ാമത്തെ ആയത്താണ്. വാലിമുൻ ലിനഫ്സി, ഏറ്റവും താഴ്ന്ന ദർജ, സ്വന്തം നഫ്സിനോട് ദുൽമ ചെയ്യുന്ന ആളുകൾ. ഈമാനും തഖ്വയും ഉണ്ടാകും, പക്ഷേ ഇടയ്ക്ക് പാപങ്ങളിൽ വീണു പോകുന്ന, അല്ലെങ്കിൽ ആ പാപങ്ങളിൽ ചിലതിൽ സ്ഥിരമായി ഉണ്ടാകും, പക്ഷെ ഒരു പശ്ചാത്തപിച്ചു മടങ്ങും, അങ്ങനെയുള്ള ആളുകൾ. വമിൻഹും മുഖ്തസിദ്, മുഖ്തസിദായിട്ടുള്ള ഒരു മധ്യമ നിലപാടിൽ, അവർ അല്ലാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യും, ഐച്ഛികമായിട്ടുള്ളത് കഴിവിന്റെ പരമാവധി ചെയ്യും, ഹറാമായത് ഒഴിവാക്കും. വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്ത്, മുൻകടന്ന ആളുകൾ, നന്മകളെ കൊണ്ട് മുൻകടന്ന ആളുകൾ, ധാരാളമായി നന്മകൾ ചെയ്ത് ഫർളും നഫ്ലുമായി അതിൽ മുഴുകി മുന്നിലേക്ക് എത്തുന്ന ആളുകൾ. ബിഇദ്നില്ല, അള്ളാഹുവിന്റെ അനുവാദപ്രകാരം. ദാലിക ഹുവൽ ഫളുൽ കബീർ, അത് വളരെ വലിയ ഫളുലാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇതിന്റെ അടിസ്ഥാനത്തിൽ 3 തരത്തിലുണ്ടാകും. ഇതിൽ ഉലമാക്കൾ പറയാറുണ്ട്, ആദ്യത്തെ 2 കൂട്ടർ, മുൻകടന്ന ആളുകളും ഈ ഹറാം ഒഴിവാക്കി ഹലാൽ നിൽക്കുന്ന ആളുകൾ, അവർ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കുന്ന ആളുകളായിരിക്കുമെന്ന്. അത് ബാക്കിയുള്ള വാലിമുൽ നഫ്സി എന്ന് പറഞ്ഞ പാവങ്ങൾ ചെയ്ത് അതിൽ മുഴുകി അങ്ങനെ ജീവിക്കുന്ന ആളുകൾ, ഈമാൻ ഉണ്ടാകും, തഖ്വ ഉണ്ടാകും, പക്ഷെ പാപങ്ങൾ വീണു, അവർ വിചാരണയും മറ്റും കഴിഞ്ഞിട്ടായിരിക്കും എത്തുക എന്നുള്ളത്. അതായത് അള്ളാഹുവിന്റെ വലിയ എന്നുള്ള സ്ഥാനം അതുള്ളൊരു കാര്യമാണ്. അത് നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടം നമുക്ക് നേടണമെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമുക്ക് അടുക്കണമെങ്കിൽ നമുക്കുള്ള മാർഗം നിർബന്ധമായതും ഐച്ഛികവുമായ കാര്യങ്ങളിൽ മുഴുകുക, നമ്മുടെ നഫ്സിനെ അതിനുവേണ്ടി പരിശീലിപ്പിക്കുക. അതുകൊണ്ടല്ലാതെ കിട്ടില്ല. നാം നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ നഫ്സിന്റെ എല്ലാ ഇഷ്ടത്തിനും വിട്ടുകൊടുത്തിട്ട് നമുക്കൊരിക്കലും അള്ളാഹുവിലേക്ക് അടുത്ത ഒരു സ്ഥാനം നേടിയെടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കഠിനമായി അതിന് പരിശ്രമിക്കണം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആ ഔലിയാക്കൾക്കുള്ള നേട്ടം പറയുകയാണ്, വല ഇൻ സഅലനി ലഉതിയന്നഹു, അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് നൽകും. അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് നൽകും. വല ഇൻ ഇസ്തിആദനി ലഉഈദന്നഹു, അവൻ എന്നോട് ഇസ്തിആദ, രക്ഷ ചോദിച്ചാൽ ഞാൻ അവന് രക്ഷ നൽകുകയും ചെയ്തു. നമ്മൾ വായിക്കണം എത്രയോ സഹാബാക്കളുടെയും സലഫുകളുടെയും പ്രവാചകന്മാരുടെയും എല്ലാം ചരിത്രങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നടത്തി കൊടുത്തത്, അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷ ചോദിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചെയ്തു കൊടുത്തത്. എത്രയോ ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കം മിൻ അശ്ഗഥ അഗ്ബറ ദീ തിംറൈൻ ലാ യുബഉ ലഹു, എത്ര ആളുകൾ മുടി വലിയ ജട പിടിച്ച് കിടക്കുന്ന അവസ്ഥയിൽ, കീറിപ്പറഞ്ഞ വസ്ത്രമുള്ള ആളുകൾ, ആളുകൾക്കിടയിൽ ഒരു സ്ഥാനമില്ലാത്ത ആളുകൾ, ആളുകൾക്കിടയിൽ വലിയ സ്ഥാനമൊന്നും ഉണ്ടാവില്ല. അവർ ശുപാർശ ചെയ്ത ശുപാർശ സ്വീകരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വില കൊടുക്കാനോ ആരും ഉണ്ടാവില്ല. പക്ഷേ ലൗ അഖ്സമ അലല്ലാഹി ലബറഹ്, അവരെങ്ങാനും അള്ളാഹുവിനെ തൊട്ട് അള്ളാഹുവിൽ സത്യം ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നടത്തി കൊടുക്കും.
അവർക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധമാണത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നാം അടുത്തിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നു, ചോദിച്ചാൽ ഞാൻ അവന് നൽകും. രക്ഷ ചോദിച്ചാൽ നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മുടെ ജീവിതത്തിലൊക്കെ നാം അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത കാലം ഉണ്ടായിട്ടുണ്ടാകും. നാം ധാരാളമായി ഇബാദത്ത് ചെയ്യുന്ന, ധാരാളമായി അള്ളാഹുവിലേക്ക് അടുത്ത അവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കിയും. അപ്പൊ നമ്മൾ ആത്മാർത്ഥമായി ചെയ്തിട്ടുള്ള ദുആകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളഞ്ഞിട്ടുണ്ടാകില്ല. അതിന്റെ ഏറ്റവും നമുക്ക് തോന്നിയിട്ടുണ്ടാകും ഇതെന്റെ അന്നത്തെ ദുആന്റെ ഒരു ഉത്തരമായിരുന്നു എന്നുള്ള നിലയ്ക്ക് പലതും നമുക്ക് ലഭിച്ചത് നമുക്ക് അറിയാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും വലുത്. അതിനുള്ള കാര്യം ഫർളും സുന്നത്തുമായ അമലുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ തറദ്ദത്തു അൻ ഷൈഇൻ അന ഫാഇലുഹു തറദ്ദുദി അൻ ഖബ്ളി നഫ്സി അബ്ദിൽ മുഅ്മിൻ. വമാ തറദ്ദത്തു ഐ കരിഹ്തു, ഞാൻ വെറുക്കുന്ന കാര്യങ്ങളിൽ, അൻ ഷൈഇൻ അന ഫാഇലുഹു, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ വെറുക്കുന്ന ഒരു കാര്യം എന്നതുണ്ടെങ്കിൽ, തറദ്ദുദി അൻ ഖബ്ളി നഫ്സി അബ്ദിൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ അടിമയുടെ റൂഹ് പിടിക്കുക എന്നുള്ളതാണ്. കാരണം യക്റഹുൽ മൗത്ത്, അവൻ മരണത്തെ വെറുക്കുന്നു. ത്വബഈയായിട്ട് എല്ലാ മനുഷ്യന്മാരും മരണത്തിനോടൊരു താല്പര്യക്കുറവുണ്ടാവും. ആ അവസ്ഥ അവനുണ്ട്. വഅക്റഹു മസാഅതഹു, അവനെ വേദനിപ്പിക്കുന്നത്, അവന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുന്നത് ഞാനും വെറുക്കുന്നു. വലാ ബുദ്ദ ലഹു മിൻഹു, പക്ഷേ ആ മരണം എന്നുള്ളത് അവൻ എന്തായാലും സംഭവിക്കേണ്ട ഒരു കാര്യമാണ് താനും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കുകൾ നമ്മൾ ആലോചിച്ചു നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ വലിയായ ഒരു അടിമയ്ക്ക് ഇഷ്ടമില്ലാത്ത, വേദനിപ്പിക്കുന്ന ഒരു കാര്യം അള്ളാഹുവാണ് വെറുക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുത്താൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബന്ധമുണ്ടായാൽ നമുക്ക് വേറെ ഒന്നും ആവശ്യമുണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ബന്ധമുണ്ടായാൽ അള്ളാഹ് പറഞ്ഞതുപോലെ ഹറാമുകളിൽ നിന്ന് അള്ളാഹ് നമ്മളെ സംരക്ഷിക്കും, നമ്മുടെ മുമ്പിൽ മറയിടും. നമുക്ക് ഹറാമുകളുള്ളൊരു ലോകത്താണ് ജീവിക്കുന്നതെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അതിന് തെറ്റിച്ചുകൊണ്ടേയിരിക്കും. ഹറാമ് കേൾക്കുന്ന മറ്റുള്ളവരെല്ലാം ഹറാമ് കേൾക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിലും നമ്മുടെ കാതുകളെ അള്ളാഹു സംരക്ഷിക്കും. മറ്റുള്ള എല്ലാവരും ഹറാമ് കാണുന്ന ഒരു സ്ഥലത്താണെങ്കിലും നമ്മുടെ കണ്ണുകളിൽ നിന്ന് അള്ളാഹു അതിനെ തെറ്റിക്കും. മറ്റുള്ളവരെ ഹറാമ് പിടിക്കുന്ന, ഹറാമിലേക്ക് പോകുന്ന സ്ഥലമാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അതിനെ രക്ഷിക്കും. അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ് നാം കാത്തു സംരക്ഷിക്കേണ്ടത്. പിന്നെ ഏതു സമയത്തും അപ്പൊ നാം പറഞ്ഞത് നിർബന്ധമായതും ഐച്ഛികമായിട്ടുള്ള കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അടുത്ത ഹദീസ്, ഇത് നമ്മൾ പഠിച്ച പാഠങ്ങൾ അള്ളാഹുവിന്റെ ഹുബ്ബും അള്ളാഹുവിന്റെ വിലായത്തും. അടുത്ത ഹദീസ് 26-ാമത്തെ ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൻസിലു റബ്ബുനാ തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇലാ സമാഇദ് ദുനിയ. യൻസിലു റബ്ബുനാ, നമ്മുടെ റബ്ബ് ഇറങ്ങും, തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇലാ സമാഇദ് ദുനിയ, ദുനിയാവിലെ ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും ഇറങ്ങുന്നതാണ്. ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ, അവസാനത്തെ മൂന്നിലൊന്നിൽ, രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്നിൽ. യഖൂൽ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, മൻ യദ്ഊനി ഫസ്തജീബ ലഹു, ആരാണ് എന്നോട് ദുആ ചെയ്യാനുള്ളത്, ഞാൻ അവന് ഉത്തരം ചെയ്യാം. മൻ യസ്അലുനി ഫഉതിയഹ്, ആരാണ് എന്നോട് ചോദിക്കാനുള്ളത്, ഞാൻ അവന് നൽകാം. മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു, ആരാണ് എന്നോട് ഇസ്തിഗ്ഫാർ തേടാനുള്ളത്, ഞാൻ അവന് പുറത്തു കൊടുക്കാം. മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഒരു ഹദീസാണ്. ഈ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നുസൂൽ എന്നൊരു സിഫത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. നാം പറഞ്ഞിരുന്നു അള്ളാഹുവിന്റെ സിഫത്തുകളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അലിയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അത്യുന്നതനാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നുസൂൽ, അർശിന് മേൽ ഇസ്തിവാ ചെയ്തവനാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങും എന്നുള്ളത്, ഈ ഹദീസിനെ പല ആളുകളും മുഅത്തിലാക്കൾ, ഈ അള്ളാഹുവിന്റെ സിഫത്തുകളെ നിഷേധിക്കുന്ന ആളുകൾ, തഅ്തീൽ ചെയ്യുന്ന ആളുകൾ, അവർ പല രീതിയിലും ഇല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങില്ല, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ഇറങ്ങുക, അള്ളാഹു തആല ഇറങ്ങുമ്പോൾ പല സമയമല്ലേ ഭൂമിയിൽ ഉണ്ടാവുക, അങ്ങനെ പല സംസാരങ്ങൾ കാണാം. അതുപോലെ തന്നെ തശ്ബീഹ്, മുശബ്ബിഹാക്കൾ, അള്ളാഹുവിന്റെ സിഫത്തുകളെ സൃഷ്ടികളുമായി തശ്ബീഹ്, സാദൃശ്യപ്പെടുത്തുന്ന ആളുകൾ, അവർ പറയും എന്തെങ്കിലും ഒരു കോണിപ്പടി ഇറങ്ങുന്നത് പോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇറങ്ങുന്നത് പോലെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങുക. പക്ഷെ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്താണോ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്, എന്താണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അവിടെ നിൽക്കും. സൽഫകളിൽ ചില ആളുകളോട് ഈ നുസൂലിനെ സംബന്ധിച്ച് ചോദിച്ച സമയത്ത്
ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞ അതേ മറുപടി ഇസ്തിവായിനെ സംബന്ധിച്ച്. ഒരിക്കൽ ഇമാം മാലിക്കിന്റെ സദസ്സിലേക്ക് ഒരാൾ വന്ന് ചോദിച്ചു, കൈഫ ഇസ്തവ അല്ലാഹു അർറഹ്മാനു അലൽ അർശി ഇസ്തവ, അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്മേൽ ഇസ്തിവാ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഇസ്തിവാ എന്ന് ചോദിച്ചു. അപ്പൊ ഇമാം മാലിക് റഹിമഹുള്ള തല താഴ്ത്തിക്കൊണ്ട് നിന്നുകൊണ്ട് വിയർക്കുന്ന അവസ്ഥയിലായിക്കൊണ്ട് തല ഉയർത്തിട്ട് പറഞ്ഞു, അൽ ഇസ്തിവാഉ മഅലൂമുൻ, അല്ലാഹു തആല ഇസ്തിവാ അറിയപ്പെട്ട കാര്യമാണ്. വൽ കൈഫു മജ്ഹൂലുൻ, അതെങ്ങനെയാണെന്ന് അറിയില്ല. വൽ ഈമാനു ബിഹി വാജിബുൻ, അതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അത്തുൻ, അതിനെക്കുറിച്ചുള്ള ചോദ്യം ബിദ്അത്താണ്, നീ ഒരു ബിദ്അത്തുകാരനാണ്, അങ്ങനെ അവനെ കൊണ്ട് പുറത്താക്കാൻ പറയുന്നത്. അതുപോലെ ഇതേ മറുപടി പണ്ട് സലഫുകളിൽ ഒരാളോട് നുസൂലിനെ പറ്റി ചോദിച്ചപ്പോഴും അയാൾ മറുപടി പറഞ്ഞു, നുസൂൽ മഅലൂമാണ്, അറിയപ്പെട്ട കാര്യമാണ്. അതായത് ഇതെല്ലാം അള്ളാഹുവിന്റെ അസ്മാഉ സിഫത്തുകളും ബന്ധപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിന്റെ സിഫത്തുകളിൽ എന്തെങ്കിലും ഒന്ന് ഖുർആനിലോ ഹദീസിലോ വന്നാൽ അത് അറബി ഭാഷയിൽ അതിന്റെ അർത്ഥം എന്താണോ ആ ആശയത്തിൽ അത് മനസ്സിലാക്കുക. അതിനെ ഏതെങ്കിലും രീതിയിൽ വിശദീകരിക്കാനോ നിഷേധിക്കാനോ സാദൃശ്യപ്പെടുത്താനോ നിൽക്കേണ്ടതില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രികളിലും അവസാനത്തെ 1/3 ഭൂമിയിലേക്ക് ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഈ ഹദീസിനെ മാത്രം വിശദീകരിച്ചുകൊണ്ട് ശറഹ് ഹദീസിൻ നുസൂൽ എന്നൊരു മുസ്തഖിലായിട്ട് ഒരു കിതാബ് തന്നെ അദ്ദേഹം രചിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ഈ നുസൂലിന്റെ ഹദീസ് മാത്രമായിട്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരികയാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും തന്നെ എന്തൊരു കാരണം കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് ആവശ്യക്കാരനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നമ്മൾ നന്നായതുകൊണ്ട് ഒരു നേട്ടവുമില്ല, നമ്മൾ നാശമായതുകൊണ്ട് ഒരു കുറവുമില്ല. എന്നിട്ടും റബ്ബുൽ ആലമീനായ റഹ്മാനായ റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയുടെ അവസാനത്തെ 1/3 വന്നിട്ട് ആകാശഭൂമികൾ ആ ഭൂമിയിലേക്ക് ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങിയിട്ട് നമ്മോട് ചോദിക്കുകയാണ്, മൻ യദ്ഊനി ഫഅസ്തജീബു ലഹ്, ആരാണ് എന്നോട് ചോദിക്കാനുള്ളത്, ദുആ ചെയ്യാനുള്ളത്, ഞാൻ അവന് ഉത്തരം ചെയ്യാം. മൻ യസ്അലുനി ഫഉതിയഹ്, എന്നോട് ചോദിക്കുന്നത് ആരാണ്, ഞാൻ അവന് നൽകാം. മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിർ ലഹ്, ആരാണ് എന്നോട് ഇസ്തിഗ്ഫാർ തേടാണ്, ഞാൻ അവന് പുറത്തു കൊടുക്കാം. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിച്ചു നോക്കണം. പലപ്പോഴും നമുക്കൊന്നും ഇതിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടിട്ടില്ല. ദുനിയാവിൽ നമുക്ക് വലിയ സമ്പാദ്യം നൽകുന്ന ഒരു ജോലി, അത് രാത്രിയിലെ ഈ അവസാനത്തെ സമയത്ത്, ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊരു ജോലി ഒരാൾ വാഗ്ദാനം ചെയ്തു, രാത്രി 2 മണി മുതൽ 4 മണി വരെ ജോലി ചെയ്താൽ മതി, നിനക്ക് ഒരു മാസം ഇത്ര കോടി അല്ലെങ്കിൽ ഇത്ര ലക്ഷം, വലിയൊരു സംഖ്യ വാഗ്ദാനം ചെയ്തു. സ്വാഭാവികമായിട്ടും നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? എന്ത് ത്യാഗം സഹിച്ചിട്ടാവും നമ്മൾ ആ സമയത്ത് എഴുന്നേൽക്കുക. 2 മണിക്കൂർ മാത്രം ജോലി ചെയ്താൽ നമുക്കുള്ള നേട്ടം. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തേക്ക് നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ കഴിവുള്ള ഒരേ ഒരാൾ, കാര്യകാരണ ബന്ധങ്ങൾക്ക് യാതൊരു ആവശ്യകതയില്ലാതെ ഒരു കാര്യം നടത്താൻ കഴിവുള്ള ഒരേ ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുക, എന്താ എന്റെ ആവശ്യം? ചോദിക്ക്, എന്താ എന്റെ ആവശ്യം, എന്താ എന്റെ പ്രശ്നം? കുടുംബ പ്രശ്നമാണോ, സാമ്പത്തിക പ്രശ്നമാണോ, അല്ലെങ്കിൽ എന്താ എന്റെ ബുദ്ധിമുട്ട്? എന്നോട് പറയും. നീ എന്നോട് ചോദിക്ക്, എത്ര വലിയ തെമ്മാടിത്തരം നീ ചെയ്തു പോയതാണെങ്കിലും എന്നോട് ഇസ്തിഗ്ഫാർ ചോദിക്ക്, ഞാൻ നിനക്ക് പുറത്തു തരാം. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജഹല്, നമ്മുടെ അറിയില്ലായ്മ, നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാവാത്തത് കൊണ്ടുള്ള പ്രശ്നം. അല്ലാഹു സുബ്ഹാനഹു. അപ്പൊ നമ്മൾ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ രാത്രിയിലും അവസാനത്തെ 1/3 ആകാശങ്ങൾ ഇറങ്ങി വന്നിട്ട് നമ്മോട് ചോദിക്കും. അപ്പോ ഈ ഹദീസിൽ നിന്ന് അള്ളാഹുവിന്റെ നുസൂൽ മനസ്സിലാക്കാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അടിമകളോടുള്ള റഹ്മത്ത് മനസ്സിലാക്കാം. അടുത്ത ഹദീസ് 27ാമത്തെ ഹദീസ്, വഅൻ അബീ മൂസാ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു ഖാല, അബൂ മൂസാ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ജന്നതാനി മിൻ ദഹബിൻ ആനിയതുഹുമാ വമാ ഫീഹാ, 2 സ്വർഗ്ഗങ്ങൾ, സ്വർണം കൊണ്ടുള്ള 2 സ്വർഗ്ഗങ്ങൾ, അതിനകത്തുള്ള എല്ലാവിധ സാധനങ്ങളും സ്വർണം കൊണ്ടുള്ളതാണ്. വജന്നതാനി മിൻ ഫിദ്ദത്തിൻ ആനിയതുഹുമാ വമാ ഫീഹിമാ, 2 സ്വർഗ്ഗം വെള്ളി കൊണ്ട്, അതിനകത്തുള്ള
ഈ പിന്നെ പാത്രങ്ങളുമെല്ലാം വെള്ളി കൊണ്ടുള്ളത്. വമാ ബൈനൽ ഖൗം വബൈന അൻ യൻദുറു ഇലാ റബ്ബിഹിം ഇല്ലാ റിദാഉൽ കിബ്രിയാ അലാ വജ്ഹിഹി ഫി ജന്നതി അദ്ൻ. ഒരു ജനതയുടെയും അല്ലെങ്കിൽ മനുഷ്യരുടെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെയുള്ള നോട്ടത്തിന്റെയും ഇടയിൽ ഒരു തടസ്സമായിട്ടുള്ളത് അള്ളാഹുവിന്റെ കിബ്രിയാഇന്റെ, അള്ളാഹുവിന്റെ അളമത്തിന്റെ റിദാ ആണ്, അല്ലെങ്കിൽ ഒരു മേൽവസ്ത്രം, ഒരു മറയാണ്. അലാ വജ്ഹി, അള്ളാഹുവിന്റെ വജ്ഹിന് മുകളിൽ, ഫി ജന്നതി അദ്ൻ, അദ്ൻ എന്ന സ്വർഗത്തിൽ. റവാഹുൽ ബുഖാരിയു. അതായത് 2 സ്വർഗം സ്വർണം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്, 2 സ്വർണം വെള്ളി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ള നോട്ടത്തിന് തടസ്സമായിട്ടുള്ളത് അള്ളാഹുവിന്റെ മറയാണ്, കിബ്രിയാഇന്റെ റിദാ ആണ്, അള്ളാഹുവിന്റെ വജ്ഹിന് മുകളിലുള്ളത് ജന്നത്ത് അദ്ൻ എന്നുള്ളത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഹദീസിൽ നിന്ന് സ്വർഗം ഒരുപാട് പേരുകളിലും ഒരുപാട് ദറജകളിലുമായിട്ടുണ്ട്. നമുക്ക് കാണാം, വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം ജന്നത്തു അദ്ൻ, അതുപോലെ ജന്നത്തുൽ ഫിർദൗസ്, വജന്നത്തു നഈം, അതുപോലെ ഒരുപാട് പേരുകളിൽ സ്വർഗങ്ങളുള്ളതായിട്ട് കാണാം. അതിൽ ഏറ്റവും ഉന്നതമായിട്ട് എന്താണ്? ജന്നത്തുൽ ഫിർദൗസ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാണാം, ഇദാ സഅൽതുമുല്ലാഹ് ഫസലൂഹുൽ ഫിർദൗസ് വഇന്നഹു ഔസത്തുൽ ജന്ന വഅലൽ ജന്ന. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ജന്നത്തുൽ ഫിർദൗസ് ചോദിക്കുക, കാരണം അത് സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായതാണ്. അതുപോലെ തന്നെ വഫൗഖഹു അർശുർ റഹ്മാൻ, അതിന്റെ മേലെയാണ് അള്ളാഹുവിന്റെ അർശ് ഉള്ളത്. വമിൻഹു തുഫജ്ജറു അൻഹാറുൽ ജന്ന, അതിൽ നിന്നാണ് സ്വർഗത്തിലേക്കുള്ള അരുവികൾ ഒഴുകുന്നത്. സ്വർഗം എന്നുള്ളത് വ്യത്യസ്ത ദർജകളിലും ദുനിയാവിലെ ആളുകളുടെ സ്ഥാനങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായ ദർജകളിലുണ്ട്. അതിലേറ്റവും ഉന്നതമായ ജന്നത്തുൽ ഫിർദൗസ്, അർശിന് താഴെയുള്ള, അവിടെ നിന്നാണ് സ്വർഗത്തിന്റെ അരുവികൾ ഒഴുകുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഉന്നതമായിട്ടുള്ളത് ഫിർദൗസ് ആണ്. അത് ചോദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഇവിടെ ജന്നത്താൻ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. തന്റെ റബ്ബിന്റെ സ്ഥാനത്തെ ഭയപ്പെടുന്നവന് 2 സ്വർഗം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ജന്നത്താൻ എന്ന് പറയുന്നത് മുഫസ്സിരീങ്ങൾ പറഞ്ഞു കാണാം. അത് ഒന്നാമത് പറഞ്ഞത് മുഖല്ലിബീങ്ങൾക്കുള്ളതാണ്, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത ആളുകൾക്കുള്ളതാണ്. രണ്ടാമത് പറഞ്ഞത് അസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാർ, നല്ല ആളുകളാണ്, പക്ഷെ മുഖല്ലിബീങ്ങളുടെ അത്ര സ്ഥാനത്തെത്തിയിട്ടില്ല, അങ്ങനെയുള്ള ആളുകൾക്കാണ്. അപ്പൊ ഓരോരുത്തരുടെ ദുനിയാവിൽ അള്ളാഹുമായിട്ടുള്ള ബന്ധം, ഈമാനുമായിട്ടുള്ള ബന്ധം എത്രയാണോ അതിനനുസരിച്ച് സ്വർഗത്തിൽ സ്ഥാനങ്ങളുണ്ട്. ഓരോരുത്തർ പ്രവർത്തിക്കുന്ന അനുസരിച്ച് അവരുടെ ദർജകൾ വ്യത്യാസപ്പെടും. അപ്പൊ 2 സ്വർഗം സ്വർണം കൊണ്ട്, 2 സ്വർഗം വെള്ളി കൊണ്ട്. എന്നിട്ട് പറഞ്ഞു, വമാ ബൈനൽ ഖൗമി വബൈന അൻ യൻദുറു ഇലാ റബ്ബിഹിം ഇല്ലാ റിദാഉൽ കിബ്രിയാ അലാ വജ്ഹിഹി ഫി ജന്നതി അദ്ൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള നോട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കിയുള്ള ജനങ്ങൾക്ക് ഇടയിൽ മറയായിട്ടുള്ളത് അല്ലാഹുവിന്റെ കിബ്രിയായിന്റെ ഒരു റിദാ ആണ്. റിദാ എന്ന് പറഞ്ഞാൽ ഒരു മേൽവസ്ത്രം എന്നുള്ളത്. അതായത് ഹദീസുകൾ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അൽ കിബ്രിയാഉ റിദാഇ വൽ അളമതു ഇസാരി. കിബ്രിയാ എന്നുള്ളതിന്റെ എന്റെ മേൽവസ്ത്രവും അളമത്തി എന്റെ താഴ്വസ്ത്രവും പോലെയാണ്. അത് അള്ളാഹുവിന് യോജിച്ച രീതിയിൽ. ഇത് അള്ളാഹുവിന്റെ മുഖത്തിന് മുകളിലുള്ള ഹിജാബിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ അള്ളാഹുവിന്റെ മറ മാത്രമാണ് ഒരു തടസ്സം ഉണ്ടാവുക. ആ മറ നീക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ കാണും എന്നുള്ള കാര്യമാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ വിഷയം തന്നെയാണ് ഇതിലും വിശദീകരിക്കാനുള്ളത്. അപ്പൊ ഈ ഹദീസോടുകൂടി 27 ഹദീസുകൾ ഈ കിതാബിന്റെ 1-ാമത്തെ ബാബ് മഅരിഫത്തുല്ലാഹ് വൽ ഈമാനു ബിഹ് എന്നുള്ള ആ ബാബ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അള്ളാഹുവിലെ ഈമാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇനിയും അള്ളാഹുമായി ബന്ധപ്പെട്ട മറ്റു ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ബാബുകൾ ഷെയ്ഖ് തുടരുന്നുണ്ട്. അതായത് അടുത്ത മലായിക്കത്തുകളിലേക്കല്ല കടക്കുന്നത്, അള്ളാഹുവിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റു ചില വിഷയങ്ങളും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ള നിലയ്ക്ക് ചില കാര്യങ്ങൾ കൂടി ഷെയ്ഖ് കടക്കുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്ത ദർസിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിലുള്ള ഈമാൻ യഥാർത്ഥ രൂപത്തിൽ ഉൾക്കൊള്ളാനും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഏറ്റവും നല്ല രീതിയിൽ അനുസരിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിലായത്ത് നേടിയെടുക്കുന്ന ഏറ്റവും നല്ല അടിമകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക
وأتوب إليه وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين الحمد لله رب العالمين.